ഇപ്പോൾ മറ്റ് അഭിഭാഷകരുടെ കൂടി പ്രതികരണങ്ങൾ വരികയാണ്. സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ്. അന്വേഷണത്തിൽ കണ്ടെത്തിയ സകല തെളിവുകളും കോടതിയിൽ തെളിവായി ഹാജരാക്കുകയും അത് തെളിവായി മാർക്ക് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ പ്രതികൾക്കെതിരെയും വ്യക്തവും ശക്തവുമായ തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വിശ്വാസം. ഇനി അവയെല്ലാം വിലയിരുത്തി വിധി പ്രസ്താവിക്കേണ്ടത് കോടതിയാണ്. അത് കോടതിയുടെ കടമയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വളരെ ശക്തമായ നിലപാടുള്ള സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഈ രാജ്യത്തെ പോലീസ് സംവിധാനത്തിന്റെയും പ്രോസിക്യൂഷൻ സംവിധാനത്തിന്റെയും പൂർണ്ണമായ പിന്തുണ ഈ കേസിൽ പ്രോസിക്യൂഷൻ നടത്തുന്നതിനുണ്ടായിട്ടുണ്ട്. വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചും വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചുമാണ് ഇതിന്റെ പ്രോസിക്യൂഷൻ പൂർത്തീകരിച്ചത്. അതിന് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം തന്നെ വിധി കേൾക്കുന്നതിന് ആകാംക്ഷയുണ്ട്. യെസ്, അതാണ് പ്രോസിക്യൂഷന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജഡ്ജിമെന്റ് വരട്ടെ. സാർ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസത്തിനാണ്. ശരി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അഭിഭാഷകരുടെ പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ കേട്ടത്. 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് അടക്കം ഉൾപ്പെടുന്ന ഒരു കേസിൽ സംസ്ഥാന സർക്കാരിന്റെ സമയോചിതമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു ഉണ്ടായത്. 2017 ഫെബ്രുവരി 17 രാത്രി ഈ പെൺകുട്ടിയെ ലാലിന്റെ വസതിയിൽ എത്തിച്ചതിന് ശേഷം അവിടെ PT തോമസിന്റേത് അടക്കമുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് പോലീസിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നു. ആ ഘട്ടത്തിൽ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 164 അടക്കം രേഖപ്പെടുത്തിയ പശ്ചാത്തലമുണ്ടാകുന്നു. യെസ്, അതേസമയം പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ വാദഗതികളിൽ അടക്കം അതൃപ്തി അറിയിച്ചുകൊണ്ടായിരുന്നു 3ാമതൊരു പ്രോസിക്യൂട്ടറെ കൂടി ഈ കേസിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചുമതലപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി ഉണർന്നു പ്രവർത്തിച്ചിരുന്നു. മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനത്തിന് എത്താൻ സാധിച്ചിരുന്നു. നിമിഷങ്ങൾക്കകം തന്നെ മാർട്ടിനെ പിടികൂടാൻ സാധിച്ചു എന്നതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ്. വിചാരണയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ 261 സാക്ഷികളെ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ സാക്ഷികളിൽ പലരും പിന്നീട് കൂറുമാറി എന്നതായിരുന്നു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി സൃഷ്ടിച്ച സാഹചര്യമുണ്ടായത്. മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ ദിലീപിനെതിരെ ആയിരുന്നു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതെങ്കിൽ പിന്നീട് കൂറുമാറുകയും ദിലീപ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കേസിലെ 8ാമത്തെ